സഹാറ, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലാരണ്യം. 300 മീറ്ററിലും കൂടുതൽ ഉയരമുള്ള വലിയ മണൽക്കൂനകൾ, മലനിരകൾ, താഴ്വാരങ്ങൾ, പീഠഭൂമികൾ, അഗ്നിപർവ്വതങ്ങൾ, കായലുകൾ, നദികൾ, ഇവയെല്ലാമുള്ള 25 ലക്ഷത്തിലും അധികം മനുഷ്യർ, അനേകം സസ്തനികൾ, പക്ഷികൾ, ഉഭയജീവികൾ, ഇവരെല്ലാം അധിവസിക്കുന്ന വലിയ മരുഭൂമി. ഈ മണലാരണ്യം 6000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇതുപോലെ ആയിരുന്നില്ല. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. മണലാരണ്യങ്ങളുടെ സ്ഥാനത്ത് അന്ന് നിറയെ പച്ചപ്പായിരുന്നു. സസ്യങ്ങളും വലിയ വൃക്ഷങ്ങളും മൃഗങ്ങളും പക്ഷികളും വ്യത്യസ്ത ഇനത്തിലുള്ള ജീവജാലങ്ങളും നിറഞ്ഞ വലിയ വനപ്രദേശമായിരുന്നു അന്ന്. എങ്ങനെയായിരിക്കും ആ വലിയ വനപ്രദേശം ചുട്ടുപഴുത്ത് കിടക്കുന്ന സഹാറ മരുഭൂമിയായി മാറിയത്? ഇന്നത്തെ സഹാറയെയും അന്നത്തെ സഹാറയെയും സഹാറ ഈ മരുഭൂമിയായി മാറിയതുമെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. തൊണ്ണൂറ്റി ലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ വലിയ മരുഭൂമി അൾജീരിയ, ചാഡ്, ഈജിപ്റ്റ്, ലിബിയ, മാലി, മൗറിറ്റാനിയ, മൊറോക്കോ, നൈജർ, വെസ്റ്റേൺ സഹാറ, സുഡാൻ, ടുണീഷ്യ എന്നീ പ്രദേശങ്ങളിലായി പടർന്നു പിടിച്ചു കിടക്കുകയാണ്. അതായത് ആഫ്രിക്ക വൻകരയുടെ 31% പ്രദേശം. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ എന്ന് നമ്മൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്കിലും യഥാർത്ഥത്തിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 3ാം സ്ഥാനക്കാരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന 15 ദശലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന അന്റാർട്ടിക്കയാണ്. 2ാം സ്ഥാനം ഉത്തരധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർട്ടിക് എന്ന തണുത്ത മരുഭൂമിക്കാണ്. ഇവ രണ്ടും കഴിഞ്ഞ് 3ാം സ്ഥാനക്കാരനാണ് നമ്മുടെ ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുള്ള ചുട്ടുപഴുത്ത് കിടക്കുന്ന ഈ സഹാറ മരുഭൂമി. മരുഭൂമി എന്ന് പറയുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന മണൽപ്പരിപ്പുകളാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. എന്നാൽ സഹാറയിൽ വെറും 30% മാത്രമേ മണലുകൊണ്ട് മൂടപ്പെട്ട പ്രദേശങ്ങളുള്ളൂ. ഈ ഭാഗത്ത് മുഴുവൻ വലിയ മണൽക്കൂനകൾ കാണാൻ സാധിക്കും. അതായത് 300 മീറ്റർ വരെ ഉയരമുള്ള വലിയ മണൽക്കൂനകൾ. മണൽ മൂടിക്കിടക്കുന്ന ഈ 30% പ്രദേശത്തിനപ്പുറം 70% പ്രദേശത്തും നിറഞ്ഞു കിടക്കുന്നത് ഗ്രാവലുകളാണ്. ഈ പ്രദേശത്ത് മുഴുവൻ വലിയ മലനിരകളും താഴ്വാരങ്ങളും പീഠഭൂമികളും അഗ്നിപർവ്വതങ്ങളുമാണുള്ളത്. സഹാറ മരുഭൂമിയിൽ നമുക്ക് ധാരാളം അഗ്നിപർവ്വതങ്ങളെ കാണാൻ സാധിക്കും. എങ്കിലും ഇവയിൽ ഒന്നിലും തന്നെ വലിയ സ്ഫോടനങ്ങൾ സംഭവിക്കാറില്ല. കാരണം ഈ അഗ്നിപർവ്വതങ്ങളെല്ലാം ഇനാക്റ്റീവായ അഗ്നിപർവ്വതങ്ങളാണ്. ഇവയിൽ ഏറ്റവും വലുത് 3500 മീറ്ററോളം ഉയരമുള്ള മൗണ്ട് എമി കൗസി എന്ന അഗ്നിപർവ്വതമാണ്. മഴ വളരെ കുറച്ചു മാത്രം ലഭിക്കുന്ന വരണ്ട ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്ന് നമുക്കറിയാം. സഹാറയിൽ പ്രതിവർഷം 10 സെൻറ്റിമീറ്റർ മഴ പോലും ലഭിക്കുന്നില്ല. എങ്കിലും മരുഭൂമിയിൽ മഞ്ഞ് പെയ്യാറുണ്ട്. നോർത്ത് പോളിൽ നിന്നും വരുന്ന തണുത്ത കാറ്റാണ് ഇവിടെ മഞ്ഞ് പെയ്യിപ്പിക്കുന്നത്. മണലാരണ്യത്തിൻ്റെ മുകളിൽ വെളുത്ത പുതപ്പ് പോലെയും ഗോതമ്പിൽ പഞ്ചസാര വിതറിയതുപോലെ ചെറിയ മഞ്ഞിൻ്റെ ആവരണവും അതിമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. എന്നാൽ നമുക്കിതെപ്പോഴും കാണുവാൻ സാധിക്കുകയില്ല. ഈ കഴിഞ്ഞ 50 വർഷക്കാലത്തിനുള്ളിൽ 4 തവണ മാത്രമേ സഹാറ മരുഭൂമിയിൽ മഞ്ഞ് പെയ്തിട്ടുള്ളൂ. വളരെ കുറച്ചു മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. എങ്കിലും ഈ മരുഭൂമിയിൽ 20ഓളം ചെറിയ കായലുകളുണ്ട്. ഇത്രത്തോളം കായലുകളുണ്ട് എങ്കിലും അവയിൽ ശുദ്ധജലം ലഭിക്കുന്ന കായൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ഏറ്റവും വലിയ കായലായിരുന്ന ചാഡ് ലേക്ക്. അത്രത്തോളം വലിപ്പമുണ്ടായിരുന്ന കായലിൻ്റെ ഇന്നത്തെ വലിപ്പം വെറും 350 സ്ക്വയർ കിലോമീറ്ററുകൾ മാത്രമാണ്. ശുദ്ധജലം നൽകാത്ത മറ്റു കായലുകളിൽ ഉള്ളത് ഉപ്പ് നിറഞ്ഞ ജലമാണ്. ഈ 2 കായലുകൾക്കും പുറമെ ജലസ്രോതസ്സിനായി 2 വലിയ നദികളുമുണ്ട്. നൈൽ നദിയും നൈഗർ നദിയും. ഇവയിൽ നൈൽ നദിയാണ് ഏറ്റവും വലിയ നദി. ഈ നദികൾക്കും കായലുകൾക്കും സമീപത്തായി സഹാറയിൽ ധാരാളം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഏകദേശം 25 ലക്ഷം ആളുകൾ സഹാറ മരുഭൂമിക്കുള്ളിലും നാടോടികളെ പോലെ ചുറ്റി സഞ്ചരിച്ചും ജീവിക്കുന്നുണ്ട്. മുൻപ് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന ധാരാളം നിർമ്മിതികളും ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സഹാറ മരുഭൂമിയിൽ ഇന്നേ വരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടിയ താപനില 58 ഡിഗ്രി സെൽഷ്യസ് ആണ്.
സൂര്യപ്രകാശം ധാരാളമായി ലഭിക്കുന്ന പകൽ സമയത്തെ മാത്രം താപനിലയാണിത്. എന്നാൽ രാത്രിയാകുമ്പോൾ ഇത് നേരെ വിപരീത അവസ്ഥയിലേക്കാകും. രാത്രിയാകുമ്പോഴേക്കും സഹാറ മുഴുവൻ തണുത്തുറയും. -4 ഡിഗ്രി സെൽഷ്യസ് മുതൽ -8 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കുറഞ്ഞ താപനിലയും സഹാറ മരുഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹാറയിൽ വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മൊറിറ്റേനിയയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭൗമ പ്രതിഭാസമുണ്ട്. ബഹിരാകാശത്ത് നിന്ന് നോക്കിക്കഴിയുമ്പോൾ ആകാശത്തേക്ക് നോക്കിക്കിടക്കുന്നത് പോലെയുള്ള വലിയ ഒരു കണ്ണ്. നീലയും പച്ചയും സ്വർണ്ണ നിറവുമെല്ലാം ഇടകലർന്ന് കാണുന്ന വിസ്മയ കണ്ണ്. ഐ ഓഫ് സഹാറ അഥവാ സഹാറയുടെ കണ്ണ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ പ്രദേശത്തെ റിഷാഡ് സ്ട്രക്ചർ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. 1965 ആദ്യമായി ഒരു സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ ഈ പ്രദേശം കാണുന്നത്. ഏകദേശം 60 കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടു എന്ന് കരുതപ്പെടുന്ന ഈ പ്രദേശത്തിന് 50 കിലോമീറ്ററോളം വ്യാസമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 485 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത്രത്തോളം വലിപ്പമുള്ള ഈ മരുഭൂമിയിൽ ഇതുപോലൊരു സ്ട്രക്ചർ എങ്ങനെ രൂപം കൊണ്ടു എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ ഉൽക്ക വന്ന് പതിച്ചതിൻ്റെ ഫലമോ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളുടെ ഫലമോ ആയി ഉണ്ടായതല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു. ശിലാഫലകങ്ങൾ തെന്നി നീങ്ങിയത് മൂലം രൂപം കൊണ്ടതാകാനാണ് സാധ്യത കൂടുതലും. ഈ പ്രദേശത്തിൻ്റെ നിഗൂഢതകൾ കൊണ്ട് തന്നെ ഇതിനോടകം ധാരാളം ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ആഫ്രിക്കൻ വൻകരയുടെ 1/3 ഭാഗവും നിറഞ്ഞു കിടക്കുന്ന 11 രാജ്യങ്ങൾ അടങ്ങുന്ന ഈ സഹാറ മരുഭൂമിക്കുള്ളിൽ 500-ൽ കൂടുതൽ സസ്യജാലങ്ങളും 1000-ൽ കൂടുതൽ വ്യത്യസ്ത തരത്തിലുള്ള വൃക്ഷവർഗ്ഗങ്ങളും 70 ഇനത്തിലും കൂടുതൽ ജന്തുജാലങ്ങളുമുണ്ട്. ഈ മരുഭൂമിയിലുള്ള സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും എല്ലാം ഇതിലൂടെ ഒഴുകുന്ന ഈ ജലാശയങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒട്ടകങ്ങളാണ്. സഹാറയിൽ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ധാരാളം ഒട്ടകങ്ങളുണ്ട്. അവയെ കൂടാതെ ഒട്ടക പക്ഷികൾ, ഫെനക് കുറുനരികൾ, കടോര വിഷമുള്ള തേളുകൾ, മാനുകൾ, ആടുകൾ, പല്ലികൾ, ചീറ്റപ്പുലികൾ, ആഫ്രിക്കൻ ബുൾഫ്രോഗ്, ഡെസേർട്ട് ക്രൊക്കോഡൈൽസ്, വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ലിസാർഡ്സുകൾ, വ്യത്യസ്ത പക്ഷികൾ, അങ്ങനെ അനേകം ജീവജാലങ്ങൾ ഇവിടെ അധിവസിക്കുന്നുണ്ട്. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ കാണുന്ന സഹാറ മരുഭൂമി ആയിരുന്നില്ല. ഈ പ്രദേശത്ത് നിറയെ ഘോര വനമായിരുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ചെടികളും വലിയ ധാരാളം വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ വലിയ വനം. വനത്തിലൂടെ ഒഴുകുന്ന ധാരാളം നദികളും പുഴകളും കായലുകളും അന്നുണ്ടായിരുന്നു. മനുഷ്യരടക്കം ധാരാളം ജീവജാലങ്ങൾ കരയിലും വെള്ളത്തിലും ആകാശത്തുമായി സുഖമായി ജീവിച്ചിരുന്ന പ്രദേശമായിരുന്നു അന്ന് സഹാറ. 1800-കളിലാണ് ഈ മരുഭൂമി പണ്ട് ഇതുപോലെ ആയിരുന്നില്ല എന്ന് നമ്മൾ ആദ്യമായി തിരിച്ചറിഞ്ഞത്. അന്ന് സഹാറയിൽ പരിവേഷണങ്ങൾ നടത്തിയിരുന്ന പരിവേഷകർ സഹാറയിലെ ഗുഹകൾക്കുള്ളിൽ വളരെ യാദൃശ്ചികമായി അനേകം ചുമർ ചിത്രങ്ങൾ കണ്ടു. തങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ഗുഹാമനുഷ്യരായിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഗുഹകളുടെ ചുമരുകളിലായിരുന്നു വരച്ചിരുന്നത്. ആ ചുമർ ചിത്രങ്ങളാണ് അന്നവർ കണ്ടത്. ഈ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ ആഫ്രിക്കൻ വനപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടേതായിരുന്നു. ആനകളും ജിറാഫുകളും ഹിപ്പപ്പൊട്ടാമസുകളും എല്ലാം. അതോടൊപ്പം തന്നെ തങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും കന്നുകാലി കൂട്ടങ്ങളുടെയും എല്ലാം ചിത്രങ്ങളുണ്ടായിരുന്നു. ഈ ഗുഹാചിത്രങ്ങൾ സഹാറ മരുഭൂമിയിൽ മുഴുവനും കാണുവാൻ സാധിക്കും. അതായത് അന്ന് സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ചുറ്റിലും ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഈ വലിയ മരുഭൂമി പണ്ടിങ്ങനെ ആയിരുന്നില്ല എന്ന് ഗവേഷകർക്ക് മനസ്സിലായി. കാരണം ഈ ജീവജാലങ്ങൾക്കെല്ലാം ജീവിക്കുന്നതിനാവശ്യമായ സാഹചര്യം അന്ന് തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കണം. അതായത് ഈ മരുപ്രദേശം അന്നൊരു വനമായിരുന്നിരിക്കണം. പിന്നീട് ധാരാളം പഠനങ്ങൾ നടന്നു. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും അനേകം തെളിവുകളും ലഭിച്ചു. അങ്ങനെ ലഭിച്ച പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണ് അന്നുണ്ടായിരുന്ന ജലാശയങ്ങളുടെ അടയാളങ്ങൾ. അങ്ങനെ കണ്ടെത്തിയ വലിയൊരു കായലിൻ്റെ അവശേഷിപ്പാണ് സഹാറയിലെ സതേൺ ഭാഗത്തുള്ള ടെനിർ മരുഭൂമി. അവിടെ പണ്ടുണ്ടായിരുന്ന വലിയ കായലിൻ്റെ അവശേഷിപ്പും കായലിൽ ജീവിച്ചിരുന്ന മീനുകളുടെയും മുതലകളുടെയും ആമകളുടെയും ഹിപ്പപ്പൊട്ടാമസുകളുടെയും എല്ലാം ഫോസിലുകളും ലഭിച്ചു. നദിയെ ആശ്രയിച്ചാണ് മനുഷ്യർ പണ്ട് ജീവിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. സഹാറയിൽ കണ്ടെത്തിയ പഴയ നദികളുടെ അവശേഷിപ്പുകൾക്കരികിൽ മനുഷ്യർ പണ്ട് വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും അവനുപയോഗിച്ചിരുന്ന പല വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ലഭിച്ചു. കൂടാതെ ഏകദേശം 16,000 മുതൽ 5,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ
ആഫ്രിക്കയുടെ ഈ ഒരു പ്രദേശത്ത് ധാരാളമായി മനുഷ്യർ കൂട്ടമായി ജീവിച്ചിരുന്നു എന്നതിൻ്റെ അനേകം തെളിവുകളും ലഭിച്ചു. അതായത് ആ കാലഘട്ടത്തിൽ ഇന്നത്തെ സഹാറ മനുഷ്യജീവിതത്തിന് സുഗമമായ വാസസ്ഥലമായിരുന്നു. മരുഭൂമി നമ്മൾ കരുതുന്നതിലും കൂടുതൽ ആകർഷകരവും രഹസ്യപരവുമാണ്. വളരെ മുൻപ് ശാസ്ത്രജ്ഞർ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ കാലത്ത് സഹാറ ഇന്നത്തേതുപോലെ ജീവൻ രഹിതമായൊരു മരുഭൂമി ആയിരുന്നില്ല. ഇതൊരിക്കൽ ഒരു മനോഹരവും പച്ചപ്പാർന്നതുമായ സ്വർഗസമാനമായ പ്രദേശമായിരുന്നു. എന്നാൽ ഉറച്ച തെളിവുകളുടെ അഭാവം കാരണം ആ സിദ്ധാന്തം അന്ന് സിദ്ധാന്തമായി തന്നെ തുടർന്നു, ഈ അടുത്ത കാലം വരെ. എന്നാൽ ശാസ്ത്രജ്ഞർ അവരുടെ കണ്ണുകൾക്ക് മുൻപിൽ തന്നെ മറഞ്ഞിരുന്ന അപ്രതീക്ഷിതമായൊരു കാര്യം കണ്ടെത്തി. മരുഭൂമിയുടെ മണലിന് കീഴിൽ അവർ ഒരു വലിയ ജലാശയം കണ്ടെത്തി. അത് അതിപുരാതനമായൊരു സമുദ്രത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അത് ഏകദേശം 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു പുരാതന പാലിയോ തടാകത്തിൻ്റെ അവശിഷ്ടമാണ് എന്നവർ കണ്ടെത്തി. നൈൽ നദി ഇന്നത്തെ ലേക്ക് നാസർ പ്രദേശത്തുള്ള താഴ്ന്ന ചാനലിലൂടെ ഒഴുകിയപ്പോൾ വെള്ളം കിഴക്കൻ സഹാറയിൽ നിറഞ്ഞു. അതിൻ്റെ ഉച്ചസ്ഥായിയിൽ 1,80,000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഒരു വലിയ തടാകം രൂപപ്പെട്ടു. ഈ പുരാതന തടാകത്തിൻ്റെ വലിപ്പം ലേക്ക് എറേനേക്കാളും 4 ഇരട്ടിയോളമായിരുന്നു. അതേസമയം ഏകദേശം 48,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഒരു ചെറിയ തടാകവും രൂപപ്പെട്ടു. ഈ 2 തടാകങ്ങളുടെയും അടയാളങ്ങൾ ആദ്യമായി 2010 കണ്ടെത്തി. അന്ന് കണ്ടെത്തിയത് നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിലെ ജിയോളജിസ്റ്റ് ടെഡ് മാക്സ്വെല്ലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായിരുന്നു. അവർ സ്പേസ് ഷട്ടിലിൻ്റെ റഡാർ ടോപ്പോഗ്രഫി മെഷീനുകളിൽ നിന്നുള്ള ഡേറ്റകൾ പഠിച്ച് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജലത്തിലൂടെ ഒഴുകിപ്പോയ വസ്തുക്കളും കാറ്റിലൂടെ പറന്നുപോയ വസ്തുക്കളും കൂടാതെ മണലിന് കീഴിൽ റഡാർ ഉപയോഗിച്ച് കാണുവാൻ കഴിയുന്ന സ്ഥിരമായ പാറകളും ഉപയോഗിച്ച് ജിയോളജിസ്റ്റുകൾ ഒരു പുരാതന വലിയ തടാകത്തിൻ്റെ അതിരുകൾ വരയ്ക്കുവാൻ സാധിച്ചു. മരുഭൂമിയുടെ അത്യന്തം വരണ്ട അവസ്ഥ ഈ പുരാതന രഹസ്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഡേറ്റ ലഭിക്കുവാൻ സഹായിച്ചിട്ടുമുണ്ട്. ഭൂഗർഭഘടനയുടെ ഏകതയും കാരണം റഡാറുകൾക്ക് ഭൂമിക്കടിയിലുള്ള എല്ലാ വിശദാംശങ്ങളും വളരെ വ്യക്തമായി തന്നെ കണ്ടുപിടിക്കുവാൻ സാധിച്ചു. ശാസ്ത്രജ്ഞർ നൈൽ നദിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ പടിഞ്ഞാറ്, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 250 മീറ്റർ ഉയരത്തിൽ അടിയിലുള്ള വസ്തുക്കൾ ഫോസിലൈസ്ഡായ മീനുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇത് തടാകത്തിൻ്റെ ഏറ്റവും ഉയർന്ന തീരരേഖ അടയാളപ്പെടുത്തുവാൻ സഹായിച്ചു. ഈ എല്ലാ ഡേറ്റകളും ഒരൊറ്റ മോഡലിൽ കൂട്ടിച്ചേർത്തപ്പോൾ ഗവേഷകർ സ്ഥിരീകരിച്ചു, ഒരിക്കൽ നൈൽ നദി ഈജിപ്തിലെ കിസിബ ടുഷ്ക ഡിപ്രഷൻ മുഴുവൻ നിറഞ്ഞിരുന്നു. അതിലൂടെ ഒരു വലിയ തടാകവും രൂപപ്പെട്ടു. സെലിമ, ടർഫുവ എന്നീ ഈജിപ്ഷ്യൻ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുരാതന മനുഷ്യവാസങ്ങളുടെ തെളിവുകളും ഈ തടാകത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഈ തടാകം ആയിരക്കണക്കിന് വർഷങ്ങളോളം നിലനിന്നു. വിവിധ സസ്യജാലങ്ങളും ജീവജാലങ്ങളും വ്യാപിക്കുവാൻ ഇത് സഹായിച്ചു. എന്നാൽ അതിൻ്റെ അപ്രതീക്ഷിതമായ രൂപീകരണം കാരണം ദീർഘകാലത്തേക്ക് ഇതിന് നിലനിൽക്കുവാൻ കഴിഞ്ഞതുമില്ല. വെള്ളം പുനർനിറയുന്നതിനേക്കാൾ വേഗതയിൽ അത് വറ്റുകയും ആവിയായി പോവുകയും ചെയ്തു. അവസാനം ഈ തടാകം മുഴുവൻ വറ്റിപ്പോയി. അതിൻ്റെ അടിത്തട്ട് മണൽ കൊണ്ട് മൂടപ്പെട്ടു. എന്നിരുന്നാലും ഈ പ്രദേശത്ത് ജീവനുണ്ടായിരുന്നു. നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് കുറഞ്ഞത് 5000 വർഷങ്ങൾക്ക് മുമ്പ് സഹാറ പച്ചപ്പുള്ള സസ്യങ്ങളാൽ മൂടപ്പെട്ടതും ജീവജാലങ്ങൾ നിറഞ്ഞതുമായിരുന്നു എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അത്? 2015 ശാസ്ത്രജ്ഞർ ഈ ചോദ്യത്തിന് ഒരു സമഗ്രമായ വിശദീകരണം നൽകുവാൻ സാധിച്ചു. 2015 നേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേണൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. പുതിയ ഗവേഷണ ഫലങ്ങളാൽ ശാസ്ത്രലോകത്തെ ഉണർത്തിയ ലേഖനം. ജാപ്പനീസ് സാറ്റലൈറ്റായ അഡ്വാൻസ്ഡ് ലാൻഡ് ഒബ്സർവേറ്റിംഗ് സാറ്റലൈറ്റ് എന്ന ALOSലെ റഡാർ ഒബ്സർവേഷൻ സയൻറ്റിഫിക് ടൂളായ PIL-SRന്റെ സഹായത്തോടെ ശാസ്ത്രജ്ഞർ ഒരു വലിയ നദിയുടെ കിടപ്പ് കണ്ടെത്തി. അതിനൊപ്പം നിരവധി ശാഖാനദികളുമുള്ള ഒരു വിശാല ജാലകവും. ടാമൻ റാസറ്റ് റിവർ എന്ന ഒരു പുരാതന നദി ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് വരെ പടിഞ്ഞാറൻ ആഫ്രിക്കയിലൂടെ ഒഴുകിയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഇന്നത്തെ അൾജീരിയയിലെ ആൽറ്റസ് മൗണ്ടനിലും അൽഗാർ മൗണ്ടനിലുമാണ് ഉത്ഭവിച്ചത് എന്ന് കരുതുന്നു. ഈ നദിക്ക് പേര് നൽകിയിരിക്കുന്നത് അൾജീരിയയിലെ ഒരു ഒയാസിസ് പട്ടണമായ ടാമൻ റാസറ്റിൻ്റെ പേരിലാണ്. ഈ നദിയും ഇതിലെ നിരവധി ശാഖകളും ചേർന്ന് 500 കിലോമീറ്ററിൽ കൂടുതൽ നീളം വഹിച്ചിരുന്നു. അത് മൗറിറ്റാനിയ പ്രദേശത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകിച്ചേർന്നു. പുരാതന കാലത്ത് ഈ നദീതടം സസ്യജാലങ്ങളുടെയും ജീവജാലങ്ങളെയും കൊണ്ട് സമൃദ്ധമായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഈ നദി ഏകദേശം 2000 വർഷങ്ങൾക്കുള്ളിൽ തന്നെ പരിപൂർണമായും വറ്റിപ്പോയി. ഈ നദി ഇന്നും നിലനിന്നിരുന്നുവെങ്കിൽ ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ 12ാമത്തെ സ്ഥാനത്തായിരുന്നേനെ.
ശാസ്ത്രീയ അനുമാനങ്ങൾ പ്രകാരം ഈ നദി സ്ഥിരമായിരുന്നില്ല. കഴിഞ്ഞ 2,45,000 വർഷങ്ങൾക്കിടയിൽ ഇത് പലവട്ടം പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിന് മുമ്പ് പറഞ്ഞ പുരാതന തടാകത്തിൻ്റെ കാലയളവിനൊപ്പം പൊരുത്തപ്പെടുന്നു. ഏതായാലും ഈ നദി ആഫ്രിക്കയുടെ മധ്യഭാഗത്തെ ഒരു പച്ചപ്പാർന്ന സ്വർഗമാക്കി മാറ്റുവാൻ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ് തന്നെയായിരുന്നു. ഇന്നും വലിയ തോതിലുള്ള ജലസാന്നിധ്യത്തിൻ്റെ ചില അടയാളങ്ങൾ ഇവിടെ കണ്ടെത്താൻ സാധിക്കും. അവയാണ് സഹാറയിലെ പ്രസക്തമായ ഒയാസിസുകൾ. ഇവ മണലിന് കീഴിലുള്ള ഭൂഗർഭ ജലധാരകളാൽ പോഷിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സഹാറയുടെ കഥ നമ്മൾ സമയം എന്ന മണലിൽ കൂടുതൽ ആഴത്തിൽ തുറന്നു നോക്കുമ്പോൾ ഇതിലും കൂടുതൽ ആകർഷകരവും അതിശയകരവുമാണ്. മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന കാലഘട്ടത്തിൽ എല്ലാം ഇന്നത്തേതിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മെസോസോയിക് കാലഘട്ടത്തിൽ ടെത്തിസ് എന്ന പ്രാചീന സമുദ്രത്തിലെ ജലത്താൽ ഈ പ്രദേശം മുഴുവൻ മൂടപ്പെട്ടിരുന്നു. ഇന്നത്തെ തിമിംഗലങ്ങളുടെ പൂർവികരായ ബാസിലോസോറസ് എന്ന ജീവികൾ അവിടെ വലിയ അളവിൽ ജീവിച്ചിരുന്നു. ഈ ജീവികളുടെ വലിയ ഫോസിലൈസ്ഡ് അവശിഷ്ടങ്ങൾ ഈജിപ്തിലെ വാഡി അൽ ഹിറ്റൻ എന്ന പ്രദേശത്ത് നടത്തിയ ഖനനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവയുടെ ഈ അസ്ഥികൂടങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ കിടന്നു. പിന്നീട് ആ സമുദ്രം പതിയെ പതിയെ ഇല്ലാതെയായിപ്പോയി. അത് പിന്നീട് മെഡിറ്ററേനിയൻ കടൽ, ബ്ലാക്ക് കടൽ എന്നിവയുടെ പ്രാരംഭ രൂപമായി മാറി. സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയർന്ന് ഭൂമിയായി മാറി. പുരാതന സമുദ്രത്തിലെ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ വളരെയധികം കണ്ടെത്തിയതിനാൽ സഹാറയെ വാലി ഓഫ് ദ വെയിൽ എന്നും വിളിക്കുന്നു. നമുക്ക് വിശ്വസിക്കാൻ ഒരൽപ്പം പ്രയാസമായിരിക്കാം. എങ്കിലും സഹാറയിലെ ഈ മണലിൻ്റെ കീഴിൽ നമുക്ക് പ്രാചീന സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങൾ മാത്രമല്ല കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും വലിപ്പം കൂടിയ ദിനോസറുകളിൽ ഒന്നായ സോറോപോഡിൻ്റെ ഫോസിലൈസ്ഡ് അസ്ഥികളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് ശാസ്ത്രലോകത്തിൽ വലിയ താല്പര്യം സൃഷ്ടിച്ച ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു. ഈ വലിയ ദിനോസറുകൾ 32 മീറ്റർ നീളവും ഏകദേശം 60 ടൺ ഭാരവും ഉള്ളവയായിരുന്നു. എന്നാൽ ഇതിലും വലിയ കണ്ടെത്തൽ 2016 നടന്നു. ഈജിപ്തിലെ പുരാവസ്തു ഗവേഷകർ ഒരു പുതിയ കണ്ടെത്തൽ നടത്തി. മാൻസ്വാര യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഹെഷിം സാലം നയിച്ച ഈജിപ്ഷ്യൻ അമേരിക്കൻ പൈലിയോഡോളസ്റ്റുകളുടെ സംഘം ഒരു പുതിയ ജീവിയുടെ ഫോസിൽ അസ്ഥികൾ കണ്ടെത്തി. ഈ വലിയ ജീവിയെ പിന്നീട് മാൻസൂറോസോറസ് എന്ന് വിളിച്ചു. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്ത് ഒരു വലിയ സെൻസേഷൻ വാർത്ത തന്നെയായി മാറി. 2018 ഈ ഫോസിൽ ഔദ്യോഗികമായി ഒരു പുതിയ സ്പീഷീസും ജീനസുമായി വർഗീകരിച്ചു. ഇത് പൈലിയോഡോളജിസ്റ്റുകളുടെ ലോകത്തിലെ ഒരു വലിയ ഹോളി ഗ്രെയിൽ ആയി കണക്കാക്കി. സഹാറയുടെ പുരാതന വന്യജീവിതത്തിൻ്റെ ചരിത്രം ഇത്ര അത്ഭുതകരമാണെങ്കിലും ഏറ്റവും രസകരമായ കാര്യം മനുഷ്യർ ഈ പ്രദേശങ്ങളിൽ എങ്ങനെ ജീവിച്ചു എന്നതാണ്. പുരാതന മനുഷ്യചരിത്രത്തിൻ്റെ നാടകീയമായ പേജുകളിൽ നിന്നും അതിശയകരമായ കഥകൾ വായിക്കുവാൻ നമുക്ക് സഹാറയുടെ മണലിന് കീഴിലേക്ക് നോക്കേണ്ടതുണ്ട്. ആധുനിക സഹാറ പ്രദേശത്ത് ആയിരക്കണക്കിന് വർഷങ്ങളോളമായി മനുഷ്യർ ജീവിക്കുന്നു. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ കാരണം അവർ വന്നും പോയും ഇരിക്കുന്നു. അവർ കുടിയേറ്റങ്ങൾ നിർമ്മിച്ചു, പിന്നീട് അവ ഉപേക്ഷിച്ചു. പുരാവസ്തു ശാസ്ത്രജ്ഞർ വിവിധ സമൂഹങ്ങളെ സൂചിപ്പിക്കുന്ന മനുഷ്യ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ട് വരെയുണ്ട്. ചില ഗ്രൂപ്പുകൾ സാധാരണ കന്നുകാലി വളർത്തൽ ജീവിതത്തേക്കാൾ ഉയർന്ന സാമൂഹിക സംഘടനയുള്ളവരാണെന്ന് കരുതുന്നു. ഫൈം പ്രദേശവും നെപ്റ്റ പ്രദേശവും അവിടെയുള്ള വലിയ അളവിലുള്ള വസ്തുക്കളും കൂടാതെ ബൈർ കൈസിബിയ ഒയാസിസും മഴ വർദ്ധിച്ചതിനാൽ ഈ ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് താമസയോഗ്യമായി മാറി. 10-ാം മില്ലീനിയം BC-യിൽ ജനസംഖ്യ നൈൽ നദിയിലേക്ക് മാറിയിരുന്നു. അവിടെ നിന്ന് കിഴക്കൻ സഹാറയിലേക്ക് വ്യാപിച്ചു. 7-ാം മില്ലീനിയം BC മുതൽ ഉയർന്ന സാമൂഹിക സംഘടനയുള്ള വലിയ കുടിയേറ്റങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. അവിടെ പോട്രി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഏറ്റവും പഴയ സാമ്പിളുകൾ 6-ാം മില്ലീനിയം BC-യിലേക്കാണ് തീയതി കണക്കാക്കുന്നത്. അവ സങ്കീർണമായ വർണ്ണ കലശങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. അവയുടെ ശൈലി നെയിൽ വാലിയിലെ പോട്രിയോട് സാമ്യമുള്ളതാണ്. കാർട്ടോം പ്രദേശത്തിന് സമീപത്തുള്ള പുരാവസ്തു കണ്ടെത്തലുകൾ നെയിൽ വാലിയേക്കാൾ ഉയർന്ന സാമൂഹിക സംഘടന ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പ്രധാനമായും നെപ്റ്റ പ്ലേയിൽ നിരവധി പുരാതന മാഗ്നലിത്തിക് ഘടനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ പുരാതന കാലഘട്ടത്തിലെ ആർക്കിയോ ആസ്ട്രോണമിക്കൽ സ്മാരകങ്ങളായിരിക്കാമെന്ന് കരുതപ്പെടുന്നു. സ്റ്റോൺ ഹെഞ്ച് പോലുള്ളവ. ഈ മെഗാലിത്തിക് ഘടനകളിൽ കുറഞ്ഞത് ഒന്നെങ്കിലും ഒരു കലണ്ടർ സർക്കിൾ ആയിരിക്കാമെന്ന് വളരെ ഉയർന്ന സാധ്യതയുണ്ട്. ചരിത്രത്തിലെ ആദ്യകാല കലണ്ടറുകളിൽ ഒന്ന്. അതേസമയം ആർക്കിയോഫിസിസ്റ്റ് തോമസ് ജെ ബ്രോഫി ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഘടനകൾക്ക് മതപരമായ അർത്ഥവും ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നാപ്റ്റാപ്ലായിലെ പുരാവസ്തു രേഖകളിൽ കാണുന്ന വിശുദ്ധ ചിഹ്നങ്ങൾ 5-ാം മില്ലീനിയം BC-യിലേക്കാണ് പോകുന്നത്. അവയുടെ ലളിതമായ അർത്ഥം നൊമാഡിക് ജീവിതത്തിന് ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്.
കന്നുകാലികൾ, വെള്ളം, മരണം, ഭൂമി, സൂര്യൻ, നക്ഷത്രങ്ങൾ, അങ്ങനെ. സഹാറയുടെ മണലാരണ്യങ്ങൾക്ക് കീഴിൽ മറഞ്ഞു കിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള മനുഷ്യനിർമ്മിത ഘടനകൾ ഇനിയും ഏറെയുണ്ട്. ഇത് പുരാതന ജനവിഭാഗങ്ങൾ നിർമ്മിച്ച കോട്ടകളാണ്. ഈ ജനവിഭാഗത്തെ പുരാതന ചരിത്രകാരനായ ഹെറോഡോട്ടസ് പരാമർശിച്ചിട്ടുമുണ്ട്. അവർ 200 BC മുതൽ 700 AD വരെ സഹാറയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ജീവിച്ചു. അന്നത്തെ കാലത്ത് ഇത് ഇതിനോടകം തന്നെ ഒരു മരുഭൂമി തന്നെയായിരുന്നു. എന്നാൽ അവർ അവിടെ ജലം എങ്ങനെ കണ്ടെത്താമെന്ന് പഠിച്ചു. അവർ കനാലുകൾ നിർമ്മിച്ചു. അവ വയലുകൾക്കും കൃഷിയിടങ്ങൾക്കും ജലസേചനം നൽകുകയും പട്ടണങ്ങൾക്കും കോട്ടകൾക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. 3D സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ മണലിന് കീഴിൽ മറഞ്ഞിരിക്കുന്ന ഈ പുരാതന മനുഷ്യനിർമ്മിത ചാനലുകളുടെ മൃദുവായ അതിരുകൾ കണ്ടെത്താൻ വരെ സാധിച്ചു. എന്നാൽ വരണ്ട കാലാവസ്ഥ ക്രമേണ ശക്തമായി മാറി. കനാലുകളെല്ലാം വറ്റിപ്പോയി. മണൽ ആ കുടിയേറ്റക്കാരെ മുഴുവൻ വിഴുങ്ങി. സഹാറയുമായി ബന്ധപ്പെടുത്തി ഭൂമിക്ക് പുറത്തുള്ള ജീവജാലങ്ങളെക്കുറിച്ചുള്ള കഥകൾ വരെ ചില ശാസ്ത്രകൽപ്പനകളിൽ പെടുന്നു. അതേസമയം സഹാറയുടെ മണലിൽ അന്തരീക്ഷ സംഭാവനകളുടെ തെളിവുകൾ നിലനിൽക്കുന്നുണ്ട്. ജീവനില്ലാത്ത മണൽ പ്രദേശങ്ങളിലും പാറകൾക്ക് മുകളിലും നമുക്ക് വളരെ അത്യപൂർവമായ ഒരു ഖനിജം കണ്ടെത്താൻ സാധിക്കും. ലിബിയൻ ഡെസേർട്ട് ഗ്ലാസ്. ഒരു ഗ്ലാസ് പോലുള്ള പാറ. 98% സിലിക്കൺ ഓക്സൈഡാണ് ഇതിലുള്ളത്. ആദ്യ നോട്ടത്തിൽ ലിബിയൻ ഗ്ലാസ് സാധാരണ തകർന്ന ബോട്ടിൽ ഗ്ലാസ് കിടക്കുന്നത് പോലെ തോന്നും. മഞ്ഞ, പച്ച എന്നീ നിറങ്ങളിൽ വിവിധ നിറച്ചാലുകളോടുകൂടിയാണ് ഇവ കാണപ്പെടുന്നത്. ലിബിയൻ ഗ്ലാസ് പുരാതന കാലം മുതൽ അറിയപ്പെട്ടതാണ്. ഇത് പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഈ ഗ്ലാസ് പുരാതന ഈജിപ്ഷ്യൻ ഫറവോയായിരുന്ന തുത്തൻഖാമൻ എന്ന ഫറവോയുടെ മെഡല്യനിൽ അലങ്കാരമായി തന്നെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഈ മെഡല്യൻ 1916 ബ്രിട്ടീഷ് പുരാവസ്തു ശാസ്ത്രജ്ഞനായ ഹവാർഡ് കാർട്ടർ തുത്തൻഖാമൻ്റെ ശവകുടീരം തുറന്നപ്പോൾ കണ്ടെത്തിയതാണ്. ഈ ലിബിയൻ ഡെസേർട്ട് ഗ്ലാസ് ഏകദേശം 29 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഇതുവരെ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തവുമില്ല. മിക്ക ശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്നത് ഭൂമിയിൽ ഒരു ഉൽക്ക വന്നിടിച്ചപ്പോൾ ഈ ഗ്ലാസ് രൂപപ്പെട്ടത് എന്നാണ്. ഈ ഗ്ലാസിൽ അത്യപൂർവമായ 2 ഘടകങ്ങളുണ്ട്. ബെറ്റലൈറ്റ് എന്നും മൊയ്സനൈറ്റ് എന്നും അറിയപ്പെടുന്ന ഉയർന്ന താപനിലയിൽ മാത്രം രൂപപ്പെടുന്ന 2 ഘടകങ്ങളുണ്ട്. ഇവ രൂപപ്പെടാൻ 1600 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അത്യാവശ്യമാണ്. ഇത് ഭൂമിയിലെ ഏതൊരു അഗ്നിപർവ്വതത്തിൻ്റെ താപനിലയേക്കാളും കൂടുതലാണ്. കോമറ്റ് ഹൈപ്പോത്തസിസ് പിന്തുടരുന്നവർ വിശ്വസിക്കുന്നത് ലിബിയൻ ഡെസേർട്ട് ഗ്ലാസ് ഒരു കോമറ്റിൻ്റെ ന്യൂക്ലിയസിൽ രൂപപ്പെട്ട വസ്തുവാണെന്നാണ്. എന്നാൽ കോമറ്റ് ഹൈപ്പോത്തസിസ് തെളിയിക്കുവാൻ മതിയായ വിശ്വസനീയമായ ഡേറ്റകൾ ഇപ്പോഴും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രലോകത്ത് വ്യാപകമായി പിന്തുടരാൻ കഴിഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ മെറ്റിയോറൈറ്റ് ഹൈപ്പോത്തസിസിനും ഇതുവരെ പൂർണ്ണമായി ഉറപ്പില്ല. ലിബിയൻ ഗ്ലാസ് കണ്ടെത്തിയ സ്ഥലങ്ങൾക്ക് സമീപം മെറ്റിയോറൈറ്റ് ക്രൈറ്ററും കണ്ടെത്തിയിട്ടില്ല. 2007 ഇതെല്ലാം മാറിമറിഞ്ഞു. കെബിറ ക്രൈറ്റർ എന്ന് പേരിട്ടിരിക്കുന്ന 31 കിലോമീറ്റർ വ്യാസമുള്ള ഒരു വലിയ ക്രൈറ്റർ കണ്ടെത്തി. ഇത് ലിബിയൻ ഗ്ലാസ് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഒരുപക്ഷെ കെബിറ ക്രൈറ്റർ തന്നെയാകാം ലിബിയൻ ഡെസേർട്ട് ഗ്ലാസിൻ്റെ ഉത്ഭവം വിശദീകരിക്കുവാൻ സഹായിച്ചിരുന്നത്. ഇന്ന് സഹാറയിൽ നിന്നും 5000 കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ആമസോൺ മഴക്കാടുകളിലേക്ക് ടൺ കണക്കിന് പൊടിയാണ് പറന്നു പോകുന്നത്. 2007 മുതൽ 2014 വരെ കാലിപ്സോ ലിഡാർ എന്ന ഉപഗ്രഹം വഴി നാസ നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ 8 വർഷങ്ങൾക്കുള്ളിൽ മാത്രം 180 ദശലക്ഷം ടൺ പൊടിയാണ് കാറ്റിലൂടെ അറ്റ്ലാന്റിക് മഹാസമുദ്രവും കടന്ന് തെക്കേ അമേരിക്കയിൽ എത്തിയത്. എന്നാൽ സഹാറയിലെ അവശിഷ്ടങ്ങളുടെ കോറ് പരിശോധിച്ചപ്പോൾ ഏകദേശം 15000 വർഷങ്ങൾ മുതൽ 5000 വർഷങ്ങൾ വരെയുള്ള കാലഘട്ടത്തിൽ സഹാറയിൽ നിന്നും പറന്നുപോയ പൊടിയുടെ അളവ് വളരെയേറെ കുറവാണ് എന്ന് തിരിച്ചറിഞ്ഞു. കൂടാതെ സെഡിമെൻറ്റുകളിൽ ധാരാളമായി ലഭിച്ച സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ പഠനവിധേയമാക്കിയപ്പോൾ അവ മഴക്കാടുകളിൽ മാത്രം വളരുന്ന ചെടികളാണ് എന്നും മനസ്സിലായി. ഈ പഠനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഇന്നത്തെ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് പണ്ട് വലിയ വനങ്ങളായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ്. അന്ന് സഹാറയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വരച്ച ചുമർ ചിത്രങ്ങളിൽ നിന്നും മരുഭൂമിയിൽ നിന്നും ലഭിച്ച ഫോസിലുകളുടെ അടക്കമുള്ള അവശിഷ്ടങ്ങളിൽ നിന്നും സെഡിമെൻ്റ് കോറിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പണ്ടിവിടെ ഉണ്ടായിരുന്ന ആ വലിയ വനത്തെക്കുറിച്ച് നമുക്ക് തെളിവുകൾ ലഭിച്ചത്. എന്നാൽ ആ പച്ചപ്പും തടാകങ്ങളും നദികളും ജീവജാലങ്ങളും പുൽമേടുകളും വനങ്ങളുമെല്ലാം ഇന്ന് എവിടെ പോയി? സഹാറ വളരെയേറെ കാലമായി ഇടയ്ക്കിടെ ഈർപ്പവും വരൾച്ചയും അനുഭവിക്കാറുണ്ട്.
ഭൂമിയുടെ പരിക്രമണ ചെരുവിലെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ മൂലമാണ് ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. ഇത് അന്തരീക്ഷത്തിലേക്ക് സൗരവികിരണം തുളച്ചു കയറുന്ന കോണിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഭൂമിയുടെ ചരിത്രത്തിലുടനീളം ആവർത്തിച്ചുള്ള ഇടവേളകളിൽ പശ്ചിമാഫ്രിക്കൻ മൺസൂൺ കാലത്ത് സൂര്യനിൽ നിന്നും കൂടുതൽ ഊർജം ഒഴുകിയെത്താറുണ്ട്. ആഫ്രിക്കൻ ഈർപ്പമുള്ള കാലഘട്ടങ്ങൾ എന്നാണ് ഈ സമയം അറിയപ്പെടുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് വടക്കേ ആഫ്രിക്കയിൽ മഴ പെയ്യുന്നത്. ഭൂമിയുടെ കാലാവസ്ഥയെ, പ്രത്യേകിച്ച് ഹിമയുഗങ്ങളുടെ ആരംഭത്തെയും അവസാനത്തെയും സാരമായി സ്വാധീനിക്കുന്ന ഭൂമിയുടെ പരിക്രമണ പാരാമീറ്ററുകളിലെ ഈ ദീർഘകാല വ്യതിയാനങ്ങളെ മലങ്കോവിച്ച് സൈക്കിളുകൾ എന്നാണ് വിളിക്കുന്നത്. സൂര്യന് ചുറ്റിലുമുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വരുന്ന മാറ്റങ്ങൾ, അച്ചുതണ്ടിൻ്റെ ചെരിവ്, ദിശ എന്നിവയിൽ വരുന്ന മാറ്റങ്ങൾ എന്നിവ മൂലം സംഭവിക്കുന്ന ഈ സൈക്കിളുകൾ മൂലമാണ് സഹാറയിൽ ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത്. ഭൂമി 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് ഭ്രമണം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഈ ചെരിവ് ഏകദേശം 26,000 വർഷങ്ങൾ കൊണ്ട് നേരെ തിരിയും. അതുകൊണ്ട് തന്നെ ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഈ ചെരിവ് ഇന്നത്തെ ചെരിവിൻ്റെ നേരെ എതിർ ദിശയിലായിരുന്നു. അതായത് ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ഇന്നത്തെ അവസ്ഥയുടെ നേരെ വിപരീതമായിരുന്നു. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഇന്നത്തേതിനേക്കാൾ ഒരുപാട് കൂടുതൽ ചൂട് ലഭിച്ചിരുന്നു. അന്തരീക്ഷത്തിലെ വായുവും ഇതിനോടൊപ്പം ചൂട് പിടിച്ചു. ഇതേ സമയത്ത് തന്നെ തണുത്ത നീരാവി അടങ്ങുന്ന സമുദ്രത്തിന് മുകളിലുള്ള വായു സാന്ദ്രത കുറഞ്ഞ കരഭൂമിക്ക് മുകളിലേക്ക് ശക്തമായ കാറ്റായി വീശിയടിക്കുകയും അതിനുള്ളിലുള്ള ജലനീരാവി ചൂടേറ്റ് ആ പ്രദേശത്തേക്ക് മഴയായി പെയ്യുകയും ചെയ്തു. ഇതെല്ലാം ഒരുപാട് നാളുകൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിൻ്റെ ഫലമായി മരുഭൂമിയായിരുന്ന സഹാറയുടെ പ്രദേശത്ത് ധാരാളം മഴ ലഭിച്ചു. അങ്ങനെ സഹാറയിൽ പച്ചപ്പ് പടരാൻ തുടങ്ങി. പിന്നീട് കാലങ്ങൾ കഴിയുന്തോറും ആ പച്ചപ്പ് മൂലം മഴ വീണ്ടും ലഭിച്ചുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി സഹാറയുടെ മരുപ്രദേശം മുഴുവൻ പച്ചപ്പ് നിറഞ്ഞു. സഹാറ അങ്ങനെ വനമായി മാറി. ചെറിയ പുൽമേടുകളും വലിയ വനങ്ങളും നദികളും വലിയ കായലുകളുമെല്ലാം കാലക്രമേണ സഹാറയിൽ രൂപം കൊണ്ടു. മനുഷ്യരടക്കം പല ജീവജാലങ്ങളും സഹാറയിൽ സുഗമമായി ജീവിക്കാൻ തുടങ്ങി. മിലങ്കോവിച്ച് സൈക്കിളുകൾ മൂലമാണ് സഹാറ ഇതുപോലെ വനമായി മാറിയത്. ഗ്രീൻ സഹാറ കാലഘട്ടം എന്നാണ് ആ സമയം അറിയപ്പെടുന്നത്. എന്നാൽ 7,000 വർഷങ്ങൾക്ക് മുമ്പും 5,000 വർഷങ്ങൾക്ക് മുമ്പുമുള്ള കാലഘട്ടങ്ങൾക്കിടയിൽ മിലങ്കോവിച്ച് സൈക്കിൾ മൂലം ഭൂമി വീണ്ടും നേരെ എതിർവശത്തേക്ക് തിരിഞ്ഞു. ഇതിൻ്റെ ഫലമായി സഹാറയുടെ രൂപം മാറി. മനുഷ്യരടക്കമുള്ള പല ജീവജാലങ്ങളും ആ പ്രദേശത്ത് നിന്നും പോയി. അങ്ങനെ 5,000 വർഷങ്ങൾക്ക് മുമ്പ് സഹാറ ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മരുപ്രദേശമായി മാറി. ഇനിയും വീണ്ടും 20,000-ഓളം വർഷങ്ങൾ കഴിയുമ്പോൾ സഹാറയിൽ വീണ്ടും പച്ചപ്പ് നിറയും. കാലങ്ങൾ കഴിയുന്തോറും സഹാറ വീണ്ടും മരുഭൂമിയായി മാറും, വീണ്ടും ഘോരവനമായി മാറുകയും ചെയ്യും. എന്നാൽ ഈ കണക്കുകൾ തെറ്റാനും സാധ്യതയുണ്ട്. കാരണം മനുഷ്യരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് പുറന്തള്ളൽ കാലാവസ്ഥാ മാറ്റം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഹാറ വീണ്ടും പച്ചപ്പായി മാറുന്നത് എപ്പോഴായിരിക്കാം? അല്ലെങ്കിൽ ഇനി അങ്ങനെ സംഭവിക്കുമോ? ഒന്നും വ്യക്തമല്ല. ഭൂമിയിൽ സുനിശ്ചിതമായി സംഭവിക്കേണ്ട ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ മൂലം ഇന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.